നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് കണ്ടിട്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഹർഷിതം എഡ്യൂടെക് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തേത്, രണ്ടാമത് KCL ക്രിക്കറ്റ് കിരീട ജേതാക്കൾ കേരള ക്രിക്കറ്റ് ലീഗ്. രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ആരാണ്? ഏത് ടീമാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് രണ്ടാമത് KCL കിരീടം നേടിയത്. ഓർക്കുക. മഹിളാ റോസ്ഗാർ യോജന അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനം ഏത്? ബീഹാർ ആണ് അടുത്തിടെ മഹിളാ റോസ്ഗാർ യോജന എന്ന പദ്ധതി ആരംഭിച്ചത്. അടുത്തതൊരു പുസ്തകമാണ്, വളരെ ഇമ്പോർട്ടന്റ്. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലൻ ആണ്. ലഫ്റ്റനന്റ് ജനറൽ KJS ധിലൻ ആണ്. റിട്ടയർഡ് ജനറൽ ആണ്. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ. ഓർക്കുക, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അടുത്തിടെ GST നികുതി സ്ലാബുകളിൽ കേന്ദ്രം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ വരുത്തിയ മാറ്റം അനുസരിച്ച് ഒഴിവാക്കിയ സ്ലാബുകൾ ഏതൊക്കെ? 12%, 28% ഒഴിവാക്കി പുതിയൊരു സ്ലാബ് കൂട്ടിച്ചേർത്തു 40%. ആഡംബര വസ്തുക്കൾക്കും ലോട്ടറിക്കും ഒക്കെ ഇനി 40% നികുതി ഈടാക്കുന്നത്. 12%, 28% ഈ രണ്ട് സ്ലാബുകളാണ് ഒഴിവാക്കിയത്. ഈ നികുതി സ്ലാബുകൾ ഒഴിവാക്കി പുതിയ നികുതി സ്ലാബ് വരുന്ന ഈ ഒരു പരിഷ്കാരമൊക്കെ നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 സെപ്റ്റംബർ മാസം 22-നാണ്. 2025 സെപ്റ്റംബർ മാസം 22-നായിരിക്കും ഈ പരിഷ്കാരം നിലവിൽ വരുന്നത്. കൂടുതൽ ഐറ്റംസിനും ഏത് നികുതിയായിരിക്കും? 5%, 18% നികുതിയായിരിക്കും. 5%, 18% നികുതിയായിരിക്കും കൂടുതൽ കാര്യങ്ങൾക്കും ഉണ്ടാവുക. ഓക്കെ, ഓർക്കുക. ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്താദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണെന്ന് ഓർക്കുക. ചൈന. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് 100 രൂപയുടെ നാണയം പുറത്തിറക്കിയത് RBI ആണ്. ആരുടെ ജന്മശതാബ്ദി പ്രമാണിച്ച്? ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് 100 രൂപ നാണയം പുറത്തിറക്കിയത് RBI ആണ്. RBI. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര നിഘണ്ടു സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര നിഘണ്ടു ഏതാണ്? ആണ്. ഓർക്കുക. 2025 മൂന്നാമത് അയ്യങ്കാളി പുരസ്കാര ജേതാവാണ് പ്രസീത ചാലക്കുടി. പ്രസീത ചാലക്കുടിക്കാണ് 2025 മൂന്നാമത് അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ജനാസു തുരങ്കം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജനാസു തുരങ്കം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ജനാസു തുരങ്കം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ക്ലാസ് കണ്ടു പഠിച്ചിട്ട് ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. ടെലഗ്രാം ചാനൽ എന്തായാലും കയറി നോക്കുക, ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്യണം. അതിൽ ഡെയിലി ഫ്രീ കറണ്ട് അഫയേഴ്സും ഷോർട്ട് GKയും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കാം. അടുത്ത ഫാക്ട്, കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. ആർക്കാണ്? സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത്. ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് എവിടെയാണ്? മധ്യപ്രദേശ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ദേവ് കുമാർ മീണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. മറ്റൊരു കായിക താരത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. കായിക ഇനം ഏതാണ്? പോൾ വാൾട്ട്. ഇത് ഇന്ത്യക്കാരനാണ്. ദേവ് കുമാർ മീണ
പോൾ വാൾട്ട് ആണ് കായിക ഇനം. അടുത്തതും ഒരു പുസ്തകമാണ് നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ്. നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എൻ രാമചന്ദ്രൻ. ആരാണ്? എൻ രാമചന്ദ്രൻ ആണ്. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാര ജേതാവ് ആര്? പി എൻ ഗോപികൃഷ്ണൻ. പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാര ജേതാവ് ആരാണ്? പി എൻ ഗോപികൃഷ്ണൻ. പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓർക്കുക. അടുത്ത ഫാക്ട്, പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് 2025 ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ ആണ് പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് കിരീടം 2025 ലഭിച്ചത്. മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസൺ. 2025 കോപ്പ വനിതാ കിരീടം, ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീലാണ്. 2025 കോപ്പ വനിത ഫുട്ബോൾ കിരീട ജേതാക്കൾ ഏത് ടീമാണ്? ബ്രസീൽ. ഓർക്കുക. അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത് KCL കിരീടം ലഭിച്ചത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനാണ്. മഹിളാ റോസ്ഗാർ യോജന അടുത്തിടെ ആരംഭിച്ചത് ബീഹാർ ആണ്. ഒരു പുസ്തകം ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ, റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലൻ എഴുതിയ പുസ്തകമാണ്. അടുത്തിടെ ഒഴിവാക്കിയ നികുതി സ്ലാബുകൾ 12%, 28%, പുതിയതായിട്ട് ആഡ് ചെയ്തത് 40%. ലോകത്തിൽ ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? പന്നിയുടെ ശ്വാസകോശമാണ്. ഹൃദയം അമേരിക്ക വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചൈനയാണ്. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 100 രൂപ നാണയം പുറത്തിറക്കിയത് RBI ആണ്. ഗോത്ര നിഘണ്ടുസം 2025 മൂന്നാമത് അയ്യങ്കാളി പുരസ്കാരം പ്രസീത ചാലക്കുടി. കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. ഹിന്ദി ഭാഷയിലെ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തേതാണ്, മധ്യപ്രദേശ് ആണ്. ദേവ് കുമാർ മീണ പോൾ വാൾട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോട്ട്സ് ഫ്രം വില്ലിംഗ്ടൺ ഐലൻഡ് ആരെഴുതിയ പുസ്തകം? എൻ രാമചന്ദ്രൻ എഴുതിയ പുസ്തകം. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. പ്രഥമ ചെസ് ഇ സ്പോർട്സ് ലോകകപ്പ് 2025 ലഭിച്ചത് മാഗ്നസ് കാൾസൺ. 2025 കോപ്പ വനിത ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീൽ. ഓക്കെ, അപ്പോ നിങ്ങളോടുള്ള ചോദ്യം മറക്കണ്ട. ജനാസു തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്